ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കെടുതികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭരണകൂടം അതിന്റെ നിവാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പലതവണ പ്രകൃതി തന്നെ മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും ഇതൊന്നും അറിയേണ്ടവർ അറിഞ്ഞിട്ടില്ല. ദുരന്ത നിവാരണ സേനയുടെ സ്ഥിരം ആസ്ഥാനം ഇപ്പോഴും ജില്ലയ്ക്കെന്നല്ല സംസ്ഥാനത്തെ തന്നെ അന്യമാണ്. പ്രധാന വാർത്തകളിലേക്ക്. വേനൽ മഴ കനത്തു. നഗരം വെള്ളത്തിൽ മുങ്ങി. മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തകർക്കപ്പെട്ട മലാപ്പറമ്പ് AP സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുതെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവസിക്കും. വിശദമായ വാർത്തകളിലേക്ക്. തകർക്കപ്പെട്ട മലാപ്പറമ്പ് AP സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. അനാദായകരമായതിനാൽ സ്കൂൾ അടച്ചുപൂട്ടണമെന്നായിരുന്നു മുൻ തീരുമാനമെന്നും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം കോഴിക്കോട് വിശദീകരിച്ചു. അതെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോഴല്ലേ പറ്റുള്ളൂ. ഇപ്പം റദ്ദാക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. കാരണം നേരത്തെ കിട്ടിയ അപേക്ഷകളുടെയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അന്വേഷണത്തിന്റെയും ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത അധ്യയന വർഷം മുതൽ ആ സ്കൂൾ നടത്തേണ്ടതില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. അപ്പോൾ അതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഇപ്പോഴുള്ള അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ടുകൾ കിട്ടിയതിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കും. അല്ലെങ്കിൽ സംരക്ഷണ സമിതി ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിനെ സമീപിച്ചിട്ടില്ല. സമീപിക്കുമ്പോൾ മാത്രമേ ഒരു ചർച്ച നടത്തി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാൻ കഴിയുള്ളൂ. വേനൽ മഴ കനത്തു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. പ്രധാന ജംഗ്ഷനുകളിൽ വെള്ളം കയറിയതിനാൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം അടിയന്തര സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കലക്ടറേറ്റ് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. വേനൽ ചൂടിന് ഇടവേള നൽകി നഗരത്തിൽ പെരുമഴ പെയ്തു. ബുധനാഴ്ച രാവിലെ മുതൽ ഇടവിട്ട് പെയ്ത മഴ വൈകിട്ടും വ്യാഴാഴ്ച രാവിലെയും ശക്തിയായി. മാവൂർ റോഡ്, പാവമണി റോഡ്, കോട്ട് റോഡ്, ജാഫർഖാൻ കോളനി റോഡ്, പാളയം റോഡ് എന്നിവ പുഴയായി മാറി. മണിക്കൂറുകളോളം ഗതാഗതവും തടസ്സപ്പെട്ടു. ശക്തമായ ഇടിമിന്നലുമുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞത് പലയിടത്തും ഇരുചക്ര വാഹനങ്ങൾക്ക് അപകടക്കണിയൊരുക്കി. കടപ്പുറത്തും ശക്തമായ കാറ്റ് വീശിയതോടെ കടലാക്രമണ ഭീതിയിലാണ് തീരപ്രദേശത്തുകാർ. മഴയിൽ കാരപ്പറമ്പ് കക്കുഴിപ്പാലത്ത് മരം മുറിഞ്ഞ് റോഡിൽ വീണു. ആളപായമില്ല. ഇതേ തുടർന്ന് കാരപ്പറമ്പ് പുതിയങ്ങാടി റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ബീച്ച് ഫയർഫോഴ്സ് എത്തിയാണ് മരം വെട്ടിമാറ്റിയത്. ചൊവ്വാഴ്ച രാവിലെ 8:30 മുതൽ ബുധനാഴ്ച രാവിലെ 8:30 വരെ 8.5 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. 2 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം 50 കിലോമീറ്റർ വരെയാകാമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കുറച്ചു ദിവസമായി ജില്ലയുടെ ഉൾഭാഗങ്ങളിൽ വേനൽ മഴയുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ച മുതലാണ് ജില്ലയിലെങ്ങും മഴ ലഭിച്ചു തുടങ്ങിയത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും മഴ താൽക്കാലികമായി പരിഹാരമായിട്ടുണ്ട്. അതേസമയം കാലവർഷക്കാലത്തെ പോലെ മഴ കടുത്ത വേനലിൽ അപൂർവമാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കനത്ത മഴ മൂലം മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിലെ കൊടിയത്തൂർ, കക്കാട്, കുമാരനല്ലൂർ, തിരുവമ്പാടി, കൂടരഞ്ഞി, പുതുപ്പാടി, ചെമ്പനോട്, ചക്കിട്ടപ്പാറ, പേരാമ്പ്ര, കൂരാച്ചുണ്ട്, തിരൂർ, മരുതോങ്കര, കാവിലമ്പാറ എന്നിവിടങ്ങളിലുള്ളവരാണ് ജാഗ്രത പാലിക്കേണ്ടത്. മഴക്കെടുതി മൂലമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ജില്ലയിൽ പ്രവർത്തനം തുടങ്ങി. കോഴിക്കോട് കളക്ടറേറ്റിലെ ഫോൺ നമ്പർ 0495 2371 002. കോഴിക്കോട് താലൂക്കിലെ നമ്പർ 0495 2372 താമരശ്ശേരി താലൂക്ക് 0495 2223 088. കൊയിലാണ്ടി താലൂക്ക് 0496
2620-235. വടകര താലൂക്ക് 0496 2522-361. സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് മദ്യനിരോധന സമിതി നേതാക്കൾ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ആദ്യഘട്ടമായി മെയ് 13-14 തീയതികളിൽ നേതാക്കൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവസിക്കും. മദ്യരാജാക്കന്മാർ ഉന്നത ഭരണാധികാരികളെ പോലും വിലക്കെടുത്ത് വിവാദങ്ങൾ കൊഴുപ്പിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. CAGയും സുപ്രീം കോടതി, ഹൈക്കോടതി തുടങ്ങിയ പരമോന്നത നീതിപീഠങ്ങളുടെ പരാമർശത്തിന്റെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 21 കൊല്ലമായി എക്സൈസ് ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകരുതെന്നാവശ്യപ്പെട്ട് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കൾ മെയ് 13-14 തീയതികളിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവാസ സത്യാഗ്രഹം അനുഷ്ഠിക്കുമെന്ന് സമിതി ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 20ലധികം വർഷമായി എക്സൈസ് നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ചു വന്നിരുന്ന 418 ബാറുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ UDF, LDF സർക്കാരുകൾ ലൈസൻസ് പുതുക്കി നൽകിയതിന് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന അഴിമതി നടന്നിരുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു. സർക്കാർ നൽകിയ നിരവധി അവസരങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ബാർ ഉടമകൾ ലൈസൻസ് പുതുക്കിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഭരണകർത്താക്കളും ഇതിന് ഒരുപോലെ ഉത്തരവാദികളാണ്. ഈ 418 ബാറുകളുടെ കാര്യം എക്സൈസ് കമ്മീഷണർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനെതിരെ നിയമപരമായ നടപടികളൊന്നും അന്നത്തെ സർക്കാർ എടുത്തില്ല. മറിച്ച് അതിനെ ഒറ്റ ദിവസം കൊണ്ട് റെഗുലറൈസ് ചെയ്യുക അഥവാ സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവിടെ എന്തെല്ലാമോ കൊള്ളരുതായ്മകൾ നടന്നിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പലതവണ സമയം കൊടുത്തിട്ടും ശരിയാവാത്തതിന് ഇനിയും സമയം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അർത്ഥശൂന്യമായ ഏർപ്പാടായതുകൊണ്ട് ഈ 418 ബാറുകളും അടച്ചുപൂട്ടണമെന്ന കാര്യത്തിൽ കേരള മദ്യനിരോധന സമിതി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. 1996 AK ആന്റണി ചാരായം നിരോധിച്ചപ്പോൾ രണ്ടാം ഘട്ടമെന്ന നിലയിൽ വിദേശ മദ്യവും നിരോധിക്കുമെന്ന് അന്നത്തെ UDF സർക്കാർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം മറന്ന് യാതൊരു ധാർമ്മിക ബോധവുമില്ലാതെ ചില കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഭരണപക്ഷത്തുള്ള MLAമാരും AICC, KPCC നേതാക്കളും മദ്യലോബികൾക്ക് വേണ്ടി വാദിക്കുന്നത് UDFനും കോൺഗ്രസ് പാർട്ടിക്കും അപമാനകരമാണ്. മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരിൽ 80% UDF പ്രവർത്തകരും അനുഭാവികളുമാണ്. ചില കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഇവരെ നിരാശരാക്കിയിരിക്കുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പ്രൊഫസർ TM രവീന്ദ്രൻ, OD തോമസ്, സിദ്ദിഖ് മൗലവി, മാഹിൻ നേരോത്ത്, പ്രൊഫസർ OJ ചിന്നമ്മ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തലാസിമിയ രോഗം ബാധിച്ച വിദ്യാർത്ഥികൾക്കായി വിവിധ വകുപ്പുകളുമായി ചേർന്ന് സർക്കാർ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ലോക തലാസിമിയ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്തജന്യ രോഗമായ തലാസീമിയ ബാധിച്ച വിദ്യാർത്ഥികൾക്കായി വിവിധ വകുപ്പുകളുമായി ചേർന്ന് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. തലാസീമിയ ബാധിതർക്കായി പ്രത്യേക പദ്ധതികളൊന്നും ആവിഷ്കരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വിഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി തലാസീമിയ രോഗബാധിതർ താരതമ്യേന എണ്ണത്തിൽ കുറവായതാണ് ഇതിനൊരു കാരണം. സംസ്ഥാനത്ത് ആകെ 1000 തലാസീമിയ രോഗബാധിതരാണുള്ളത്. ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞു. തീർച്ചയായും ഗവൺമെന്റിന്റെ ഒരു തുറന്ന സമീപനമാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെല്ലാം തന്നെ സ്വകാര്യ മേഖലയിൽ നടന്നിരുന്ന യാതൊരു ഗ്രാൻഡും സഹായവും ധനസഹായവും ഇല്ലാതെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ, നല്ല സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് തന്നെ ശമ്പളം കൊടുത്തുകൊണ്ട് അവിടുത്തെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ചികിത്സാ സഹായം ഏറ്റവും ആവശ്യമായ 3 വിദ്യാർത്ഥികൾക്ക് മന്ത്രി ധനസഹായം കൈമാറി. മേഖലാ ശാസ്ത്രകേന്ദ്രം കോർഡിനേറ്റർ VS രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേരള ബ്ലഡ് പേഷ്യന്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ സെക്രട്ടറി കരീം കാരശ്ശേരി, KM സുനിൽ, ഡോക്ടർ ബിന്ദു K സതി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്,
വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം മാറ്റിവെക്കൽ രംഗത്ത് മിംസ് ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാകുന്നു. കഴിഞ്ഞ 29 മാസത്തിനിടയിലാണ് മിംസ് ഹോസ്പിറ്റലിൽ നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ സ്വീകരിച്ച് 27 പേർ ജീവിതത്തിലേക്ക് തിരികെ വന്നതായി മിംസ് സാരഥികൾ പറഞ്ഞു. ആതുര സേവന രംഗത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ പരിവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അവയവദാനവും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ രംഗത്ത് ഏറെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ മിംസ് ഹോസ്പിറ്റലിന് സാധിച്ചിരിക്കുകയാണ്. 2011 ഡിസംബർ മാസത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അരുൺ ജോർജ് എന്ന ചെറുപ്പക്കാരന്റെ അവയവങ്ങളാണ് മിംസ് ഹോസ്പിറ്റലിൽ ആദ്യമായി മാറ്റിവെച്ചത്. തുടർന്ന് കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 11 പേരുടെ കുടുംബാംഗങ്ങളാണ് അവയവദാനത്തിന് മിംസ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തയ്യാറായത്. ഇതിനു പുറമെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച 7 പേരുടെ അവയവങ്ങളും മിംസ് ഹോസ്പിറ്റലിൽ മാറ്റിവെച്ചതായി ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. ഇത്രയും കാലത്തിനിടയിൽ സംസ്ഥാനത്ത് ആകെ 57 പേരാണ് അവയവദാനത്തിന് തയ്യാറായത്. ഇതിൽ 20% പേരും മിംസ് ഹോസ്പിറ്റലുമായാണ് ബന്ധപ്പെട്ടത്. അവയവദാന രംഗത്ത് മിംസ് ഹോസ്പിറ്റൽ നടത്തുന്ന ബോധവൽക്കരണത്തിന്റെ പ്രത്യക്ഷ ഫലമായാണ് ഈ നേട്ടമെന്ന് വിലയിരുത്തപ്പെടുന്നു. 17 വ്യക്തികളുടെ അവയവങ്ങൾ സ്വീകരിച്ച് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം 27 പേരാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത്. എന്നാൽ മിംസിൽ നിന്ന് മാറ്റിവെച്ചതിന് പുറമേയുള്ള ഇവരുടെ സ്വീകരിക്കാവുന്ന അവയവങ്ങൾ മറ്റ് പല ആശുപത്രികളിലും കാത്തിരിക്കുന്ന രോഗികൾക്കായി ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഇതിലൂടെയും അനേകം പേരെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് തിരികെ എത്തിക്കുവാൻ മിംസിന് സാധിച്ചു. അവയവം നൽകിയവരുടെ ബന്ധുക്കളെയും സ്വീകരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. ഗെയിൽ പദ്ധതിക്ക് തടസ്സം ജനകീയ പ്രതിഷേധങ്ങളാണെന്നും എതിർപ്പുകൾ മലബാർ മേഖലയിലാണ് രൂക്ഷമെന്നും കൊച്ചിൻ പോർട്ടസ് ചെയർമാൻ പോൾ ആന്റണി മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൈപ്പ് വഴി ഗ്യാസ് ലഭ്യമാക്കുന്ന LPG പദ്ധതി നടപ്പിലാക്കാൻ പ്രയാസം ജനകീയ പ്രതിഷേധങ്ങളാണെന്ന് കൊച്ചിൻ പോർട്ടസ് ചെയർമാൻ പോൾ ആന്റണി പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൗഹൃദവും അപകട സാധ്യതയില്ലാത്തതുമാണ് പദ്ധതി. ദീർഘകാല വിളകളല്ലാതെ മറ്റെല്ലാം ഇതിന്റെ മുകളിൽ കൃഷി ചെയ്യാം. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ വഴി പൈപ്പ് ലൈൻ മംഗലാപുരത്തെത്തും. പദ്ധതി നടപ്പാക്കാൻ ഗെയിൻ കമ്പനി തയ്യാറാണെങ്കിലും എതിർപ്പുകളാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. മലബാർ മേഖലയിലാണ് ഇത് രൂക്ഷം. വല്ലാർപാടം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. 2020 മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാവും. ഇതിന്റെ റോഡ്, റെയിൽപാതകൾ ഒരുങ്ങി. ബേപ്പൂർ, അഴീക്കലടക്കം ചെറിയ പോർട്ടുകളെ ബന്ധിപ്പിച്ച് ഗതാഗത സംവിധാനം ഈ വർഷം ഒരുക്കും. വല്ലാർപാടം വഴി കണ്ടെയ്നറുകൾ കൊണ്ടുവരുമ്പോൾ അധിക ഫീസ് നൽകേണ്ട പ്രശ്നം സംബന്ധിച്ച് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് 4300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടെർമിനൽ, 3700 കോടി രൂപ പൈപ്പ് ലൈൻ, അത് മാംഗ്ലൂരിലേക്ക് പോകാനും ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ടും. നമ്മൾ 40 കിലോമീറ്റർ ഇട്ടോ. ഈ 900 കിലോമീറ്റർ ഇടേണ്ട സ്ഥാനത്ത് നമ്മൾ 40 കിലോമീറ്റർ ഇട്ട്. അത് കാരണം ഇന്ന് നമുക്ക് അവിടെ തീരെ LNG എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിക്ക് ശേഷമാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അലോക് കുമാർ സാബു അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, ജിമ്മി ജോർജ്, എൽവിസ് ഡിക്രൂസ്, പ്രകാശ് അയ്യർ, A ശ്യാംസുന്ദർ എന്നിവർ സംസാരിച്ചു. ലോക പ്രാസാദന രംഗത്ത് സമീപകാലത്തായി കഥേതര രചനകൾക്കാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്ന് MT വാസുദേവൻ നായർ. ഡോക്ടർ K ശ്രീകുമാർ രചിച്ച കൃതികളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പ്രമുഖ മാപ്പിളപ്പാട്ടുകാരൻ VM കുട്ടിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു.
ഡോക്ടർ കെ ശ്രീകുമാർ രചിച്ച മലയാള സംഗീത നാടക ചരിത്രം ഒരു മുഖം ജനപ്രിയ നാടകവേദിയുടെ മിടുപ്പുകൾ എന്ന കൃതികളുടെ പ്രകാശനം MT വാസുദേവൻ നായർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. ഡോക്ടർ PK രാജശേഖരൻ പുസ്തകങ്ങൾ സ്വീകരിച്ചു. ലോക പ്രസാധന രംഗത്ത് സമീപകാലത്തായി കഥേതര രചനകൾക്കാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്ന് MT പറഞ്ഞു. നാടക പഠനങ്ങൾ കുറഞ്ഞു വരുന്ന കാലത്ത് മലയാള നാടകവേദി പിന്നിട്ടു പോകുന്ന കാലത്തേക്കും പാരമ്പര്യത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ സഹായിക്കുന്നവയാണ് ശ്രീകുമാറിന്റെ പുസ്തകങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിക്ഷൻ കഥ നോവൽ ഇതൊന്നുമല്ല, അതിനേക്കാളൊക്കെ ഇന്ന് മുമ്പിൽ നിൽക്കുന്നത് യുവനര രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് നോൺ ഫിക്ഷനാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇതിൽ ഒരു ഗ്രന്ഥത്തിന്റെ ആമുഖക്കുറിപ്പ് ഞാൻ എഴുതിയത്. ചടങ്ങിൽ പ്രമുഖ മാപ്പിളപ്പാട്ടുകാരൻ VM കുട്ടിയെ MT പൊന്നാടി അണിയിച്ചു ആദരിച്ചു. MV അക്ബർ ഉപഹാരം നൽകി. ഗായിക കീർത്തനയ്ക്കും 3G മൊബൈൽ വേൾഡ് MD AK ഷാജിക്കും പുരസ്കാരങ്ങൾ നൽകി. പുരുഷൻ കടലുണ്ടി MLA അധ്യക്ഷം വഹിച്ചു. VM കുട്ടി, ഇബ്രാഹിം വെങ്ങര, P ദാമോദരൻ, വിൽസൺ സാമുവൽ, TV ബാലൻ, VT മുരളി, ഡോക്ടർ KV തോമസ്, നൌഷാദ് അരീക്കോട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് VM കുട്ടി, VT മുരളി തുടങ്ങിയവർ നയിച്ച പഴയകാല നാടകഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യ മധുരിക്കും ഓർമ്മകളെയും അരങ്ങേറി. ഭാഷയുടെയും ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിവരമ്പുകളെ ഭേദിച്ച് മനുഷ്യസ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം പകർന്ന് അഫ്ഗാനിസ്ഥാൻ കുഞ്ഞുങ്ങൾക്ക് മിംസ് ഹോസ്പിറ്റലിൽ ഹൃദയ ശസ്ത്രക്രിയ. സൊഹൈൽ എന്ന 8 വയസ്സുകാരനായ അഫ്ഗാൻ ബാലനെയാണ് ആദ്യമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. നിർധനരായ 25 അഫ്ഗാൻ കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ മൂപ്പൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഹീലിംഗ് ടച്ചിന്റെ ഭാഗമായാണ് സൊഹൈലിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. ഡോക്ടർ ആസാദ് മൂപ്പന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആതുര സേവന രംഗത്ത് ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ആസ്ട്ര DM ഹെൽത്ത് കെയറിന്റെ ലാഭാധിഷ്ഠിതമല്ലാത്ത ഉദ്ദേശ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സേവന വിഭാഗമാണ് ഡോക്ടർ മൂപ്പൻസ് ഫൗണ്ടേഷൻ. മിംസ് ഹോസ്പിറ്റലിലെ ചീഫ് പീഡിയാട്രിക് കാർഡിയക് സർജർമാരായ ഡോക്ടർ ബെനഡിക്ട് രാജ്, ഡോക്ടർ സാജൻ കൊച്ചി എന്നിവരുടെയും കൊച്ചി ആസ്ട്ര മെഡ് സിറ്റിയിലെ വിദഗ്ധരുടെയും നേതൃത്വത്തിലാണ് സൊഹൈലിന്റെ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. 2013 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് ഹമീദ് കർസായിയുടെയും ആഫ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പനുമായുള്ള സംഭാഷണത്തെ തുടർന്നുണ്ടായ ധാരണ പ്രകാരമാണ് ഹീലിംഗ് ടച്ചിന്റെ സേവനം അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യഘട്ടമായി ശസ്ത്രക്രിയ ആവശ്യമായ നിർധനരായ 25 കുട്ടികളെ തെരഞ്ഞെടുക്കുവാനും ഇവർക്ക് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെച്ച് സൗജന്യ ശസ്ത്രക്രിയ നിർവഹിക്കുവാനും തീരുമാനിച്ചു. തുടർന്ന് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെയും കൊച്ചി ആശ്രം മെഡ് സിറ്റിയിലെയും ഹൃദ്രോഗ വിദഗ്ധർ സ്ക്രീനിങ്ങിനായി അഫ്ഗാനിലെത്തി. ഈ ടെസ്റ്റിലൂടെയാണ് മറ്റ് 24 പേരോടൊപ്പം സുഹൈലും തെരഞ്ഞെടുക്കപ്പെട്ടത്. വാർത്തകളിൽ മറ്റൊരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Galaxy made of ABS material. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ഹയർ സെക്കൻഡറി ഇല്ലാത്ത എല്ലാ പഞ്ചായത്തുകളിലും +2 ആരംഭിക്കുകയെന്ന സർക്കാർ നയത്തിൽ മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷമാണ് +2 അനുവദിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി അനുവദിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സാധാരണ രീതിയിൽ വലിയ താമസമില്ലാതെ തന്നെ എല്ലാ വർഷവും നടക്കുന്ന പോലെ കുറച്ച് ദിവസങ്ങളോ 1-2 ആഴ്ചകളോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്നുള്ളതല്ലാതെ റെഗുലറായിട്ടുള്ള ഏകജാലക സംവിധാനത്തിൽ തന്നെ പുതിയ സ്കൂളുകളിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അഡ്മിഷൻ പ്രോസസ് നടത്താൻ കഴിയുന്നതാണ്. ബിസിനസ് വാർത്തകൾ. പ്രമുഖ വസ്ത്ര ബ്രാൻഡായ മെഹറിന്റെ പുതിയ ഷോറൂം മെഹർ അർബെക്സ് വെള്ളിയാഴ്ച ആരംഭിക്കും.
കോഴിക്കോട് റെഡ് ക്രോസ് റോഡിൽ ലീഗ് ഹൌസിന് മുൻപിലാണ് മെഹറിന്റെ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ. മലയാളികൾക്കിടയിൽ സുപരിചിതമായ നാമമാണ് മെഹർ ഹിജാബുകൾ. 1997 ആരംഭിച്ച ബ്രാൻഡ് ജനപ്രീതിയാർജിച്ചതോടെ വിവിധ ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി പുറത്തിറക്കുന്നത്. അബായ, മഫ്ത, നിസ്കാരക്കുപ്പായം, നിഖാബ്, ജലബിയ, ജിബാബ, ഇഹ്റാമ, ഡേ ലൈൻ, നൈറ്റ് ലൈൻ, സ്പോർട്സ് വെയർ തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ വരുന്നു. പ്രമുഖ ഡിസൈനറായ റൂബി മുഹമ്മദാണ് ഹിജാബിനായി വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ആകർഷകവും ബ്രീത്ത് ഈസിയുമായ രൂപത്തിൽ സുരക്ഷിതത്വവും സമാശ്വാസവും ഫീൽ ചെയ്യുന്ന വിധമാണ് മെഹർ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതെന്ന് KA മുഹമ്മദ്, റൂബി മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾക്ക് വന്ന ഒരു കസ്റ്റമർ എൻക്വയറി, ആ ഒരു സപ്പോർട്ട്, അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ മെഹറിന്റെ ആദ്യത്തെ ഷോറൂം കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. റെഡ് ക്രോസ് റോഡിലെ പുതിയ ഷോറൂം ബേബി സോയ റോസയും മാസ്റ്റർ ഷെഹൻഷായും ചേർന്ന് വെള്ളിയാഴ്ച രാവിലെ 9 ഉദ്ഘാടനം നിർവഹിക്കും. മെഹർ ലിറ്റിൽ നൂരി, മെഹർ അബായ, മെഹർ ഡേ ലൈൻസ് തുടങ്ങി മെഹറിന്റെ വ്യത്യസ്ത ബ്രാൻഡുകളെല്ലാം ഷോറൂമിൽ ലഭ്യമായിരിക്കുമെന്ന് ഉടമകൾ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാസാഹിത്യ ആസ്വാദക കൂട്ടായ്മയായ കേരള ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോകപ്രശസ്ത നർത്തകനായ കോട്ടയ്ക്കൽ ശശിധരനെ ആദരിക്കുന്നു. കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള KP കേശവമേനോൻ ഹാളിൽ ഭരതം മോഹനം എന്ന നൃത്തശില്പത്തിലൂടെയാണ് ആദരം നടക്കുന്നത്. MP വീരേന്ദ്രകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 4 പതിറ്റാണ്ടുകളായി നൃത്തവേദികളിലെ സമ്പുഷ്ടമായ അനുഭവത്താൽ അദ്ദേഹം രൂപം നൽകിയ നൃത്താവിഷ്കാരമാണ് ഭാരതം. ലോക നൃത്തകലകളിൽ നിന്നുൾക്കൊണ്ട ശൈലികളും ചലനങ്ങളും താളവും കഥകളിയിലേക്ക് സമന്വയിപ്പിച്ച ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള നൃത്തരൂപമാണിത്. കഥകളിയിലും നൃത്തരൂപങ്ങളിലും ഗവേഷണവും പഠനവും നടത്തിയും പരിപാടികൾ അവതരിപ്പിച്ചും ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലാണ് ശശിധരൻ താമസിക്കുന്നത്. അറിയിപ്പുകൾ. ആഴ്ചവട്ടം ഗവൺമെന്റ് LPയിലേക്ക് ബസ് ഡ്രൈവറെ ആവശ്യമുണ്ട്. ജോലിയിൽ 10 വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ 12 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ മുഖാമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9846894089. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേനൽ മഴ കനത്തു. നഗരം വെള്ളത്തിൽ മുങ്ങി. മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തകർക്കപ്പെട്ട മലാപ്പറമ്പ് AP സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുതെന്നാവശ്യപ്പെട്ട് മദ്യനിരോധന സമിതി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉപവസിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.